തുച്ഛമായ PF പെൻഷൻ വാങ്ങുന്ന തൊഴിലാളികൾക്ക് ഇനി മുതൽ ക്ഷേമ പെൻഷനുകൾ നൽകേണ്ടതില്ലെന്നാണ് ഇടത് സർക്കാരിന്റെ തീരുമാനം. ഇതിനുള്ള ഉത്തരവ് ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KM എബ്രഹാമാണ് പുറത്തിറക്കിയത്. 1000 രൂപയാണ് PF-ൽ നിന്നുള്ള മിനിമം പെൻഷനെങ്കിലും ബഹുഭൂരിപക്ഷം തൊഴിലാളികളും PF-ൽ നിന്ന് നേരത്തെ പൈസ എടുക്കുന്നതിനാൽ 1000-ലും കുറഞ്ഞ തുകയാണ് പെൻഷനായി ലഭിക്കുന്നത്. കശുവണ്ടി, കയർ, കൈത്തറി അടക്കമുള്ള മേഖലകളിൽ തൊഴിൽ ചെയ്തിരുന്ന ലക്ഷക്കണക്കിന് പേർക്കാണ് ഈ ഉത്തരവ് മൂലം പെൻഷനുകൾ നിഷേധിക്കപ്പെടുക. ഇപ്പം 3 മാസത്തെ പെൻഷൻ എനിക്ക് കട്ട് ചെയ്ത് ഇപ്പോൾ കിട്ടുന്നില്ല. 25 വർഷം കൊണ്ട് ഞാൻ ഈ പെൻഷൻ മേടിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പോൾ അവർ പറയുന്ന പ്രാടമണ്ട് പെൻഷൻ മേടിക്കുന്നതിനെ കൊണ്ട് എനിക്ക് ഈ വിധവ പെൻഷൻ ഇല്ലെന്നുള്ളതാണ് അവരിപ്പോൾ പറയുന്നത്. 1 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള എല്ലാ തൊഴിലാളികൾക്കും ക്ഷേമ പെൻഷനുകൾ നൽകാമെന്ന നിയമം കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരാണ് നടപ്പാക്കിയത്. ആ നിയമമാണ് പുതിയ ഉത്തരവിലൂടെ ഇല്ലാതായത്. വർഷങ്ങളായി സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന വിധവകൾ അടക്കമുള്ളവർക്ക് ഇനി മുതൽ ക്ഷേമ പെൻഷനുകൾ ലഭിക്കില്ല. 60 വയസ്സ് വരെ ജോലി ചെയ്ത തൊഴിലാളികളുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്ന തുകയിൽ നിന്നാണ് തുച്ഛമായ PF പെൻഷനുകൾ നൽകുന്നത്. ഇതിന്റെ പേരിൽ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ നിർത്തലാക്കാനുള്ള സർക്കാർ തീരുമാനം അംഗീകരിക്കാനാവില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. പരമ്പരാഗത തൊഴിൽ മേഖലയിൽ ജോലി ചെയ്ത തൊഴിലാളികളെയാണ് സർക്കാരിന്റെ പുതിയ ഉത്തരവ് പ്രതികൂലമായി ബാധിക്കുന്നത്. ക്യാമറാമാൻ ഷനവാസ് ഫരീദിനോടൊപ്പം ഷമ്മി പ്രഭാകർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.